നിങ്ങൾ പല ആളുകൾക്കും ജിമ്മിൽ ഇങ്ങനെ ഒരു മെഷീൻ ഉള്ളതായിട്ട് കണ്ടു കാണും. പക്ഷേ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കുറച്ച് പേർക്കുള്ള കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ ഇതിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്, കുറച്ച് പേര് ഇതിൽ ഇങ്ങനെയും ചെയ്യുന്നതാണ്. ഈ ബെഞ്ചിന്റെ പേര് റോമൻ ചെയർ എന്നാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂട്ട് മസിൽസിനും അതുപോലെ സ്പൈനൽ ഇറക്ടർ മസിൽസിനും വേണ്ടിയാണ്. ഇനി നിങ്ങൾ ഗ്ലൂട്ട്സ് ഏരിയയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിംഗ് പാഡ് വെക്കേണ്ടത് നമ്മൾ ഈ തൈ ലക്ഷ്യമാക്കിയാണ്. അതിനുശേഷം നമ്മുടെ ഈ സ്പൈൻ ഏരിയ ബെൻഡ് ചെയ്യാതെ തന്നെ നമ്മൾ മുകളിലേക്കും താഴേക്കും പൊങ്ങുകയും താഴുകയും ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹിപ്പ് എക്സ്റ്റൻഷൻ ആണ്, അല്ലാതെ സ്പൈൻ എക്സ്റ്റൻഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുനിയുമ്പോഴും താഴുമ്പോഴും നമ്മൾ സ്പൈൻ ഏരിയ ബെൻഡ് ചെയ്യാൻ പാടില്ല. അടുത്തതായി നിങ്ങൾക്ക് ഈ സ്പൈൻ ഏരിയ ആണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബെഞ്ചിന്റെ പാട് ശകലം കിളത്തി വെക്കുക. ഏകദേശം നമ്മളുടെ ഈ ഹിപ്പ് ജോയിന്റിന് തൊട്ട് മുകളിൽ പാട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ ഹിപ്പ് ജോയിന്റ് ഒരുപാട് മൂവ് ചെയ്യാതെ സ്പൈൻ ബെൻഡ് ചെയ്തുകൊണ്ട് മാത്രം പൊങ്ങുവാനും താഴാനും ശ്രമിക്കുക. നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ഇറക്ടർ സ്പിൻ എന്ന മസിലാണ്. സോ മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്പൈൻ എക്സ്റ്റൻഷൻ ആണ്, അല്ലാതെ ഹിപ്പ് എക്സ്റ്റൻഷൻ അല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഹിപ്പ് ജോയിന്റ് ഒരുപാട് മൂവ് ചെയ്യാൻ പാടില്ല. സ്പൈൻ ബെൻഡ് ചെയ്തുകൊണ്ട് പൊങ്ങുക, സ്പൈൻ ബെൻഡ് ചെയ്തുകൊണ്ട് താഴാനും ശ്രമിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം, നമ്മൾ ഗ്ലൂട്ട്സ് ഏരിയ ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈൻ ബെൻഡ് ചെയ്യാതെ പൊങ്ങുകയും താഴുകയും ചെയ്യുക. സ്പൈൻ റീജിയൻ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പൈൻ ബെൻഡ് ചെയ്യുക, അതിനുശേഷം പൊങ്ങുകയും താഴുകയും ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.